മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ തന്നെ ഹൗസിനുള്ളിൽ ഇപ്പോൾ അടി തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഹൗസിനുള്ളിൽ ലൈറ്റുകൾ പോലും ഓണായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ക്യാപ്റ്റനായി ആര്യനെ തിരഞ്ഞെടുത്തിരുന്നു. ആര്യൻ ഇന്നലെ രാത്രി തന്നെ പുതിയ ടീമിനെ, അതായത് കിച്ചൺ ടീം, വെസൽ ടീമിനെയൊക്കെ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് രാവിലെ മുതൽ ഇവർ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു ഇന്നലെ രാത്രി. അതുപ്രകാരം തന്നെ രാവിലെ തന്നെ പുതിയ കിച്ചൺ ടീമായ അനുമോള്, ശരത്ത്, ആദില, നൂറ, നിവിൻ അവരൊക്കെ കിച്ചണിൽ കയറിയിരുന്നു. എനിക്കൊന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ കിച്ചണിൽ വന്നു. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം അവർ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, സമയത്തിന് ഫുഡ് കൊടുക്കണം, വെറൈറ്റി ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാവിലെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നോർമലി അങ്ങനെയല്ല. ഒഫീഷ്യലായിട്ട് ഓരോ ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്യൂട്ടീസ് കൈമാറുന്നത്. അതുവരെ തിങ്കളാഴ്ച രാവിലെയും കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ ടീം തന്നെയായിരിക്കും കിച്ചണിൽ കയറേണ്ടത്. എന്നാൽ ഇന്നലത്തെ ആര്യൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് പുതിയ കിച്ചൺ ടീം കയറി. പക്ഷേ രാവിലെ ഷാനവാസ് എഴുന്നേറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, എന്താണ് ഇവർ ഈ ഡ്യൂട്ടി ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ചയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒഫീഷ്യലി സ്ഥാനം കൈമാറിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കിച്ചൺ ടീമിലെ അംഗമായ അക്ബറിനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ താൻ എവിടെയായിരുന്നു? ഇന്നലെ 2 മണിക്കൂറോളം പ്ലാൻ ചെയ്തപ്പോൾ താൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞത്, ഇന്നലെ ടീം സെലക്ട് ചെയ്യുന്നതും പ്ലാനിങ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു, അല്ലെങ്കിൽ കേട്ടിരുന്നു. പക്ഷെ ഞാൻ കരുതിയത് ഇന്ന് രാവിലെ ഈസി ആയിട്ട്, അതായത് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ടീം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചത്. അല്ലാതെ ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഷാനവാസ് പറയുന്നത്, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഷാനവാസ് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത്, ക്യാപ്റ്റൻസി ബിഗ് ബോസ് പറയുമ്പോഴാണ് കൈമാറ്റം ചെയ്യുന്നത്, അതുവരെ താനാണ് ക്യാപ്റ്റൻ എന്നല്ലേ താൻ പറഞ്ഞത്. അപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്നലെ ഈ ചർച്ചകൾ ചെയ്തപ്പോൾ താൻ എന്താണ് സംസാരിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് അക്ബറും ഷാനവാസും ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അപ്പോഴേക്കിനും കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനെ അനീഷ് ഇടപെടുന്നുണ്ട്. എന്നിട്ട് അനീഷ് ഇത് തന്നെ ചോദിക്കുന്നുണ്ട്, ഇന്നലെ 2 മണിക്കൂർ ഇവിടെ നടന്നപ്പോൾ താൻ എവിടെയായിരുന്നോ? താനൊരു ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞ് അനീഷും ഷാനവാസും തന്നെ രാവിലെ അടി തുടങ്ങുകയാണ്. ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ രാവിലെ വന്ന് ഇവരോട് പറഞ്ഞാണിത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല, നിങ്ങളിപ്പോൾ കയറേണ്ട ടൈം ആയിട്ടില്ലെന്നൊക്കെ. അപ്പോൾ അനീഷ് പറയുന്നത്, എന്നിട്ട് താൻ ഇപ്പോഴത്തെ കിച്ചൺ ടീമിൻ്റെ, അതായത് പുതിയ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു, ആ പറഞ്ഞു. എന്നിട്ടും അവർ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനായി തനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട്. എന്തായാലും അതിനിടയിൽ ഒണീലൊക്കെ പറയുന്നുണ്ട്, ആദ്യം ഒന്ന് ലൈറ്റ് വീഴട്ടെ എന്നിട്ട് തുടങ്ങാൻ വഴക്കെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആക്റ്റീവ് അല്ലാത്തവരൊക്കെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പുതിയ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം.